പടച്ചോനെ വലിയ വീടാക്കി ഇവിടെ എന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ മതി. ഞാൻ ഇന്നലെയും വന്നിന്. ഇന്നലെ തന്നെ നിങ്ങളോട് പറഞ്ഞല്ലേ അക്ക നിങ്ങൾക്ക് പറ്റിയ പണിയൊന്നും ഇവിടെ ഇല്ല എന്നുള്ളത്. എന്നാലും സാറിനെ ഒന്ന് കാണേനി, കണ്ടാളൊന്ന് ചോദിച്ചു നോക്കേ. രമേശ് സാറേ, രമേശ് സാർ, ആ കാണാൻ ഒരാള് വന്നിക്കണ്. എന്തിനാ? അതൊരു പനി അന്വേഷിച്ചിട്ടാണ്. ഇന്നലെ വന്നിരുന്നു. മേലെ കയറി വരാൻ പറ. മേലെ കയറി വരാം. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നേ. പണി എന്തേലും ഉണ്ടോന്ന് അന്വേഷിച്ചാണ്ട് വന്നാണ്. അയ്യോ, നിങ്ങൾക്ക് പറ്റിയ പണിയൊന്നും ഇവിടെ ഇല്ലല്ലോ. അങ്ങനെ പറയരുത്, എന്തെങ്കിലും ഒരു പണി ഇവിടെ. അല്ല, ഇവിടെ ഈ സിമെന്റും മണലും കല്ലൊക്കെ ഏറ്റുന്നതാണ്. രണ്ടു നിലയിലൊക്കെ ഏറ്റിപ്പോ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഞാൻ ശ്രമിച്ചോളെ. നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രായത്തില്? ഇത് ഭയങ്കര റിസ്ക്കുള്ള പണിയാണ്. നിങ്ങൾക്ക് വല്ല കടയിലൊക്കെ പോയി നിന്നോടുന്നാല്. കടയിലൊക്കെ പോയാൽ കുറഞ്ഞ ശമ്പളേ കിട്ടുള്ളൂ. അതിനെന്നെ ഒരു മാസം കാത്തിക്കണം. എനിക്കാണെങ്കിൽ കിട്ടുന്നത് ആഴ്ചക്ക് കിട്ടുകയാണെങ്കിൽ സൗകര്യം. എന്താ ആഴ്ച നിങ്ങൾക്ക് ഇതിന് മാത്രം എന്താ പ്രശ്നം? പെണ്ണുങ്ങൾക്ക് സുഖമില്ലാതെ 12,000 റുപ്യ ഓക്കന മരുന്നിന് വേണം ഒരാഴ്ചക്ക്. എന്നാലും കാക്ക, നിങ്ങൾക്ക് ഈ പറഞ്ഞത് ഭയങ്കര അധ്വാനമുള്ള പണി. ഈ വെയില് വേറെ, നോമ്പ് വേറെ, എങ്ങനെ പണിയെടുക്കാനാ? ഞാൻ എടുക്കുവേ. റിസ്ക് ഒന്നൊരു പ്രശ്നമല്ല, ഞാൻ എടുക്കും. എന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ്. എന്തേലും കാട്ടിയിട്ട് നിങ്ങൾ നോക്കി ഒരാഴ്ച എന്നെങ്കിലും നോക്കി ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇന്നിവിടെ പണിയെടുക്കേ. ഇന്നത്തെ പണി നോക്കിയിട്ട് നാളെ തൊട്ട് ഇവിടെ നിർത്തുള്ളൂ. പക്ഷേ അവിടെ എല്ലാം കട്ടയും കാര്യങ്ങളൊക്കെ അല്ല, മറ്റേ ബംഗാളികളൊക്കെ അല്ലേ, ഓരോ കൂടെ നിർത്തിക്കോ കേട്ടോ. ഒന്ന് നോക്കട്ടോ. അല്ല രമേശ് സാറേ, അല്ല അയാളെ കൊണ്ടൊക്കെ പറ്റുമോ? നമുക്കൊരു പണി ആവുകയും ചെയ്യാം. എന്തോ പാവാൻ തോന്നുന്നു ഈ വയസ്സാകാലത്ത്. ഒന്ന് നോക്ക്, ചിലപ്പം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ കാക്കാ, ഈ കല്ലൊക്കെ ഇപ്പൊ തൽക്കാലം അങ്ങോട്ട് വെക്കി. ഭയ്യാ ഏ ദേക്കോ, ഓ ഉധർ റക്കോ, സിമന്റ് ചാക്ക് ഇധർ. എന്താ എന്താ അറിയില്ല, മുപ്പർക്ക് വയ്യാതായിക്കണ. ആണോ? കാക്ക എണീപ്പിച്ച എണീപ്പിച്ച ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇരിക്കാം. കുഴപ്പമുണ്ടോ? അജിക്ക, നീ ആ വണ്ടി ഒന്ന് എടുത്ത് ആ വണ്ടി എടുക്കട്ടോ. ഞങ്ങൾ പറഞ്ഞില്ല ഈ പണി നിങ്ങൾക്ക് പറ്റില്ല. നോൻപായിട്ടാണ് ഇന്നലെ പെൽച്ചക്ക് എത്തില്ല തിന്നാൻ. അതിന്റെ ക്ഷീണം. നാളെ ഉസാറായിട്ട് എല്ലാം എടുത്തോളാം. പെൽച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഉസാറായിട്ട്. അതല്ല, നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു 1000 റുപ്യ തരാം. നിങ്ങള് അതുകൊണ്ടൊന്നും ആവൂലേ. എനിക്ക് പണിയാ മടി. ശരീര കാര്യമൊക്കെ പറ്റ മോശം. അല്ല കാക്ക, അപ്പൊ നിങ്ങൾക്ക് വേറെ ആരും ഇല്ല? എനിക്ക് 2 ആമക്കളല്ലേ. 10 കൊല്ലം ഞാൻ പ്രവാസി. അന്നത്തെ കാലത്ത് നല്ലോണം ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട്. നല്ലൊരു വീടുണ്ടാക്കി. ഞാൻ എന്റെ മക്കളല്ലേ നിന്റെ ഓലെ പേരിലാക്കി കൊടുത്തു. ഇപ്പൊ ഞാനും ഭാര്യയും ഒക്കെ അധികം പറ്റാണ്. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ തട്ടിക്കളിച്ചു. എനിക്ക് സഹിക്കാൻ പറ്റാതെ ആയപ്പോ കിട്ടിയ ട്രെയിനിൽ കയറിയതാണ്. ഓളി കൂട്ടി പോന്നതാ. ഇപ്പൊ രാജാര സായിപ്പില് ഒരു ചാവി തന്നു. അവിടെ കിടക്കുക. അപ്പൊ ഞങ്ങള് അതിന് വാടകയൊന്നും വേണ്ട. നിങ്ങൾ പറയണ എനിക്ക് മനസ്സിലാകും. പക്ഷെ ഇവിടെ ഈ പണിയെടുത്തിട്ട് നിങ്ങളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ അവിടെ എന്ത് പണിയെടുത്തെന്ന് പറഞ്ഞു? ഞാൻ അവിടെ പണ്ടാരി. നിങ്ങളൊരു കാര്യം ചെയ്യും. ഞാൻ ഇവിടെ ഒരു വീടെടുത്ത് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എനിക്ക് ഈ ബിൽഡിംഗ് വർക്കൊക്കെ ഉണ്ട്. ഒരുപാട് കാലം ഞാൻ അവിടെ ഉണ്ടാവും. നിങ്ങളവിടെ എനിക്ക് വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരും. നിങ്ങൾ നിങ്ങളെ ഭാര്യനും കുട്ടികളുണ്ട്. നിങ്ങൾക്ക് വേണ്ട മരുന്നും കൂടി ശമ്പളം ഒക്കെ ഞാൻ തന്നത്.
ഞാൻ നോക്കിക്കോളാം നിങ്ങളെ. മോന്റെ പേരെന്താ? എന്റെ പേര് രമേശ്. ശിവോപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നിങ്ങളെ പഠിച്ചോ സഹായിക്കും. കരയണ്ട, ഞാൻ എന്റെ അച്ഛന്റെ മാര്, ഞാൻ നോക്കും നിങ്ങളെ. നീ